കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായി തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. നേവിയുടെ 18-അംഗ സംഘം തിരച്ചിലിനായി പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഐബോർഡ് ഡ്രോണ് സംഭവസ്ഥലത്തെത്തിച്ച് ആ രീതിയിലും പരിശോധന നടക്കുകയാണ്. ബൂം മെഷീനും കൂടി ഒരു ബൂം മെഷീൻ കൂടി തെരച്ചിലിനായി എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പമുള്ളത്. ശ്രീജിത്ത്, 12:30യോടുകൂടി ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആരംഭിക്കും എന്നായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത്. നിലവിൽ ആ തരത്തിൽ തിരച്ചിൽ ആരംഭിച്ചോ? അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങിയുള്ള പരിശോധനയും ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സ്വാതി, 1 മണിയോടുകൂടി ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം ഇറങ്ങിയ സ്കൂബ ടീം തിരിച്ചെത്തി. സ്കൂബ ടീം അംഗങ്ങൾക്ക് ഡൈവ് ചെയ്ത് പുഴയിൽ ഇറങ്ങി ആഴത്തിൽ പരിശോധിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു ടീം പോകുന്നത് പ്രായോഗികമല്ല എന്നാണ് നിലവിൽ നേവിയുടെ ഒരു പ്രാഥമിക നിഗമനത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മണിയോടുകൂടിയുള്ള ഡ്രോൺ പരിശോധന ആരംഭിക്കും. ആ ഡ്രോൺ പരിശോധനയാണ് ഏറ്റവും നിർണായകം. കാരണം ആ ഡ്രോൺ പരിശോധനയിൽ പുഴയിൽ ഏതാണ്ട് 20 മീറ്റർ ആഴത്തിലുള്ള ദൃശ്യങ്ങൾ വരെ വ്യക്തമായി കിട്ടുന്ന രൂപത്തിലുള്ള ഡ്രോൺ ആണ് ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നടത്തുന്നത്. അതോടുകൂടി അർജുൻ്റെ ലോറിയുടെ കൃത്യമായ ലൊക്കേഷൻ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നേവി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളിലേക്ക് നേവി ഉടൻ ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാലാവസ്ഥയും അനുകൂലമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള മഴ അന്തരീക്ഷവും ഡ്രോൺ പറത്തുന്നതിന് തടസ്സമായിട്ടുള്ള കാറ്റും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഡ്രോൺ പരിശോധിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൂടി ആ മേഖലയിൽ, ആ പുഴയുടെ പരിസരങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൂടിയുള്ള പരിശോധന നടത്തി. കാരണം കാറ്റിൻ്റെ ഗതി, കാറ്റ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, കനത്ത കാറ്റുണ്ടെങ്കിൽ അത് ഡ്രോണിനെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കും, അതെല്ലാം ആ പരിശോധനയെല്ലാം ഏതാണ്ട് പൂർത്തിയാക്കി. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണാം, ഹെലികോപ്റ്ററിൻ്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനു മുമ്പ് സ്കൂബ ടീമിൻ്റെ പരിശോധന നടന്നു. അവർ ഡൈവിംഗ് ടീമിന് പുഴയിൽ ഇറങ്ങി പുഴയുടെ ഒരു ആഴം, പുഴയിലെ ചെളിയുടെ അവസ്ഥ എന്നിവ പരിശോധിക്കാൻ കഴിയുമോ എന്ന് അവർ പരിശോധിച്ചിരുന്നു. ആ സ്കൂബ ടീം അംഗങ്ങൾ തിരികെ എത്തിയ ശേഷമാണ് ഇനിയൊരു ടീം പുഴയിലേക്ക് ഇറങ്ങേണ്ടതില്ല എന്നുള്ളൊരു പ്രാഥമിക തീരുമാനത്തിലെത്തിയത്. ഡ്രോൺ പരിശോധനയിൽ കിട്ടുന്ന വിവരങ്ങൾക്കനുസരിച്ച് ആ ഡ്രോൺ പരിശോധനയിലാണ് ലോറിയുടെ ഘടന, ലോറി എങ്ങനെയാണ് കിടക്കുന്നത്. കാരണം ഈ തലകീഴായി കിടക്കുന്നൊരു സാഹചര്യം ഉണ്ട് എങ്കിൽ ചിലപ്പോൾ അത് കരയിലേക്ക് എത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ആ ലോറി എങ്ങനെയാണ് പുഴയ്ക്കടിയിൽ കിടക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കി ആ ഡ്രോൺ ദൃശ്യങ്ങൾക്കനുസരിച്ച് വേണം ലോറിക്ക് നേവിയുടെ ടീമിന് അടുത്തൊരു തീരുമാനത്തിലേക്ക് എത്താൻ. കാരണം ഡ്രോണിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ അതിനനുസരിച്ചുള്ളൊരു പ്ലാനായിരിക്കും ഇനി. നമ്മൾ രാവിലെ മുതൽ തന്നെ ആ ഒരു ആക്ഷൻ പ്ലാനിലാണ് നേവി മുന്നോട്ട് പോകുന്നത്. ആ ആക്ഷൻ പ്ലാനിലെ പ്ലാനാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേവിയുടെ പ്ലാൻ പ്രകാരമാണ് എങ്കിൽ ലോറി തലകീഴായല്ല, എളുപ്പത്തിൽ കരയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് എങ്കിൽ എന്തായാലും അത് വേഗത്തിൽ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള വലിയ ക്രെയിനോ ഇരുമ്പ് വടമോ ഉപയോഗിച്ച് അവർ എത്തിക്കും. അതിൽ അർജുൻ ഉണ്ടെന്ന് കൂടി സ്ഥിരീകരിക്കുകയാണെങ്കിൽ അങ്ങനെയും അർജുൻ്റെ കൂടി സാന്നിധ്യം ഉണ്ടെങ്കിൽ അതെങ്ങനെ എത്തിക്കാൻ കഴിയുമെന്നും കൂടി അടുത്തൊരു പ്ലാൻ ബിയിലേക്ക് പോകേണ്ടത് ഈ ഡ്രോൺ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും ആ സ്കാനറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടായിരിക്കും നേവി അത് ചെയ്യുക. നേവി ഇപ്പോൾ എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത് ഏറ്റവും അടിയന്തരമായി ഏറ്റവും വേഗത്തിൽ ഡ്രോൺ പറത്തി പുഴയുടെ മൊത്തത്തിലുള്ളൊരു സ്കാനിങ്ങും അതോടൊപ്പം പുഴയുടെ ഏത് ഭാഗത്ത് എത്രത്തോളം കൃത്യമായി ലോറി കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ഡ്രോൺ പറത്തിക്കൊണ്ട് നേവി ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രണ്ടാമത്തെ ടീം, സോണാർ ടീമിന് പുഴയിൽ ഇറങ്ങാൻ കഴിയുമോ, സ്കൂബയുടെ ഡൈവിംഗ് ടീമിന് പുഴയിൽ ഇറങ്ങാൻ കഴിയുമോ എന്നുള്ള തരത്തിലുള്ള ഒരു ഡിസ്കഷനും ചർച്ചകളും ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, പുഴയുടെ ചെളിയുടെ അവസ്ഥ, പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണിൻ്റെ അവസ്ഥ. കാരണം മഴ പെയ്ത് ഒഴുകി വന്ന ചെളിക്കൊപ്പം തന്നെയാണ് മണ്ണിടിഞ്ഞിട്ടുള്ള മണ്ണുകൂടി പുഴയിലുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, പുഴയുടെ ഒത്ത നടുഭാഗത്തായിട്ട് വലിയ രൂപത്തിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇത് പുഴയുടെ ഒഴുക്കിനെ ബാധിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ പുഴയുടെ ഒഴുക്കിൻ്റെ ഗതി മാറുമ്പോൾ അപ്പോൾ ഡൈവ് ചെയ്ത് പുഴയിലേക്ക് ഇറങ്ങുന്നത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് കൂടി നേവി ആലോചിക്കുന്നുണ്ട്. കാരണം ഒരു അനിതര സാധാരണമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഗംഗാവാലി പുഴയിലും ശിരൂർ മേഖലയിലും ഉള്ളത്.